ഹലോ ഗൈസ്, വെൽക്കം ടു പീഡിയ. എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ പുതിയ എപ്പിസോഡുകളൊക്കെ കണ്ടോ? എല്ലാവരും കണ്ടെന്നും ലൈക്ക് ചെയ്തെന്നും ഷെയർ ചെയ്തെന്നും സബ്സ്ക്രൈബ് ചെയ്തെന്നൊക്കെ വിശ്വസിക്കുന്നു. എനിക്കറിയാം, ചെയ്തിട്ടൊന്നുമില്ല, ഞങ്ങൾ കാണാറുണ്ട്. പക്ഷെ ഇത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. കാണുമോ കാണാതിരിക്കുള്ളൂ, നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കാണാൻ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണാം. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും പറയണം. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല. അതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇത് വർക്കൗട്ട് ആക്കില്ല. അപ്പൊ നിങ്ങൾ വേറെ എന്തെങ്കിലും പിടിക്കാം. കാര്യം ഞങ്ങൾ എന്തായാലും നിർത്താനുള്ള ഉദ്ദേശം ഇല്ല, നമ്മളെന്തായാലും ഇറങ്ങിയില്ലേ. പിന്നെ ഇതിനൊക്കെ നല്ല വില ഉണ്ടായിരുന്നു വാങ്ങിച്ചപ്പോ. പിന്നെ എന്തെങ്കിലും പകുതിയോളം നനഞ്ഞു. ഇനിയിപ്പോ എന്തായാലും കുടിച്ചേറിയ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കെ ഞങ്ങളിപ്പോ ഇന്ന് സംസാരിക്കാൻ പോണത് എന്തിനെ പറ്റാന്നറിയോ? നമ്മുടെ എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ജീവിതത്തിൽ പെട്ടെന്ന് കുറെ ഇമ്പാക്ട് വരുന്ന ഒരു സംഭവം ഉണ്ട്. നമ്മളെല്ലാവരും സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് എന്താ? നമ്മുടെ ജീവിതം മുന്നോട്ട് നയിച്ചത് എന്താ? നമുക്ക് ആഗ്രഹങ്ങൾ കൊണ്ടുവന്നെന്താ? എല്ലാം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന, എനിക്ക് തോന്നുന്നു എല്ലാം ഒരു സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു സംഭവത്തെ പറ്റിയാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സിനിമയാണ് എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്. ലൈക്ക് അത് ഭയങ്കര ചിലർക്ക് അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആഗ്രഹങ്ങൾ, എനിക്ക് ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ തോന്നി തുടങ്ങിയത് ഇത് ആഫ്റ്റർ വാച്ചിങ് സിനിമ. എന്റെ ഇഷ്ടപ്പെട്ട സിനിമ നടന്മാരെ കണ്ടിട്ടും നടികളെ കണ്ടിട്ടും ഒക്കെയാണ് എനിക്ക് ഓരോരോ ആഗ്രഹങ്ങളൊക്കെ എന്റെ മനസ്സിൽ പോത്തുടങ്ങിയത്. ഐ ഡോണ്ട് നോ അബൌട്ട് എവരിബഡി, ബട്ട് ദാറ്റ് വർക്ക് ഫോർ മീ. എനിക്ക് ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇമ്പാക്ട് ഉള്ള കാര്യമാണ്. കാര്യം എനിക്ക് ചെറുപ്പത്തിൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഓക്കെ ഞാൻ ആ സിനിമയ്ക്കകത്ത് ആരെങ്കിലും ആണെങ്കിൽ. ഇപ്പൊ എനിക്ക് കുറെ പേര് അറിയാം. കൃഷും സ്പൈഡർമാനും കണ്ടിട്ട് ഈ ടെറസിന്റെ മേലെ നിർത്തി ചാടിയ കുറെ പേര് അറിയാം. ശക്തിമാൻ കണ്ടിട്ട് ശക്തിമാനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് പരിപാടിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷക്ലക്ക് ബൂം കണ്ടിട്ട് പെൻസിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ നിയന്ത്രിക്കുന്ന ഒരു സമയത്ത് സിനിമയാണ്. നമ്മൾ പ്രണയിക്കാൻ പഠിപ്പിച്ചത് എന്താ? സിനിമ. കറങ്ങാനായിട്ട് കുറെ പ്രേരിപ്പിച്ചത് സിനിമയാണ്. രാജ്യങ്ങൾ കാണാൻ പോകുന്ന സിനിമ കണ്ടിട്ടാണ്. നമ്മളിപ്പോ ഓരോ സിനിമകളും പാട്ടുകളും കാണുമ്പോൾ അത് കൊള്ളാം, നമുക്ക് അങ്ങോട്ട് പോയാലോ. സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ നടക്കണ ഈ എല്ലാവരും പല പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അതിനും ശരിക്കും പറഞ്ഞ സിനിമ. ഹോളിവുഡ് സിനിമകൾ കണ്ടിട്ടാണ് നമുക്ക് അമേരിക്ക എന്തുകൊണ്ട് ഇത്ര വലിയ രാജ്യമായത്? നോട്ട് ജസ്റ്റ് ബിക്കോസ് ദേ ഹാവ് മിലിറ്ററി പവർ. പക്ഷെ അവിടുത്തെ ഓരോ സിനിമ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇവര് അടിപൊളിയാണല്ലോ, അവന് അത്രയും ഫിയർലെസ് ആക്കുന്ന സിനിമകളില്ല. ഇവരുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര അടിപൊളിയാണ്. ഹോളിവുഡ് സിനിമകൾ കണ്ടിട്ടാണ് നമ്മൾ ഓരോരുത്തർ വിചാരിക്കുന്നത് ഓക്കെ ദേ ആർ ആക്ച്വലി ടോപ്പ് ഓഫ് ദി നേഷൻ എന്ന്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദേ ആർ ടോപ്പ് ഓഫ് ദി നേഷൻ, ബട്ട് they had done their part in Hollywood. അവർ കൊടുക്കുന്ന എക്സ്പോഷർ സിനിമ ത്രൂ ഇസ് വെരി ബിഗ്. അങ്ങനെയാണ് ആൾക്കാർ അങ്ങോട്ട് പോകുന്നതും. they consider എന്താണ് അമേരിക്ക as a supreme power or whatever, that happens through cinema. Everything is happening through cinema. കാര്യം ഇവനിത് പറയാൻ കാരണം പണ്ട് ജർമ്മനി ഇതേ ടാക്ടിക്സ് ഉപയോഗിച്ചിട്ടുണ്ട് വേൾഡ് വാറിന്റെ സമയത്ത്. ജസ്റ്റ് പേട്രിയോട്ടിസം കൂട്ടാൻ വേണ്ടി തന്നെ ആൾക്കാരുടെ ഇടയിൽ ത്രൂ സിനിമ plays a very important role in everybody's life. എന്റെ ജീവിതത്തിൽ എസ്പെഷ്യലി. സോ ഐ എം ജസ്റ്റ് ഫ്യൂ ഓഫ് ദ പേഴ്സൺ. എനിക്കറിയത്തില്ല എല്ലാവരും അങ്ങനെയാണെന്ന്. ഐ എം ദാറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ. ഞാനിപ്പോ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഐ ഗോ വാച്ച് എ മൂവി. പിന്നെ അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 10-15 സിനിമകളുണ്ട്, ഞാനത് കാണും. ക്ലൈമാക്സ് മാത്രം ഇരുന്ന് കാണും. സ്പെസിഫിക്കലി ഒരു സിനിമയുടെ ചില എന്നിട്ട് ഞാനത് കരയും. ഞാനത് വേണം വെച്ച് കരയും. വേണം വെച്ചിട്ടല്ല, ഐ ക്രൈ. ഞാൻ അങ്ങനത്തെ എനിക്ക് പെട്ടെന്ന് സിനിമ ഉണ്ടാക്കാൻ, പക്ഷെ ഞാനത് ഗിൽറ്റി പ്ലഷറായിട്ട് ഞാൻ ഇരുന്ന് കാണും. അത് എത്രത്തോളം പേര് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഐ വാച്ച് മൂവീസ് ജസ്റ്റ് ചില മൂവിയുടെ ചില പാട്ടുകൾ വീണ്ടും എടുത്തിരുന്ന് കരയാൻ വേണ്ടി ഞാൻ കാണാം. അതെന്റെ ഗിൽറ്റി പ്ലഷറാണ്. ഐ ഡോണ്ട് നോ ഹൂ എൽസ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടേക്ക്. കാരണം ഐ ആം ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. ഐ ലൈക്ക് ടു ടോക്ക് ടു പീപ്പിൾ ഹൂ ആർ ഓഫ് ദ സെയിം കൈൻഡ് ടു. കാരണം ഞാൻ അങ്ങനത്തെ ആരെയും കണ്ടിട്ടില്ല അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ ചെയ്യണ്ടല്ല, പക്ഷെ ഇപ്പൊ ഒരു ഇമോഷണൽ സീൻ ആണെങ്കിൽ ഇപ്പൊ എന്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് തണുത്താൻ അമ്മ അമ്മനെ എനിക്ക് തോന്നുന്നു എനിക്ക് അമ്മയുടെ ഇച്ചിരി ട്രീറ്റ് ഇട്ടുണ്ട്. എനിക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ഇമോഷണൽ സീൻ കാണോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ണില് വെള്ളം കണ്ടാൽ ഞാൻ എന്തെങ്കിലും കരച്ചിൽ വരും. ഞാനും ഭയങ്കരമായിട്ട് കരയുന്ന ഒരു കൂട്ടത്തിലാണ്. അത് എല്ലാവരും അങ്ങനെ ഒട്ടുമിക്ക കുറെ പേരുണ്ട്. പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള 1-2 പേര് നോർമലൊന്നും ഇമ്പാക്ട് ആവുന്നില്ല. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ ആളുകളുണ്ട്, ഇങ്ങനത്തെ ആളുകൾ. പക്ഷെ ദേ എൻജോയ് ദ മൂവി. പക്ഷെ അവർക്ക് ഇങ്ങനെ കരച്ചിലൊന്നും പിടിച്ചിരുന്നു. ഇമ്പാക്ട് അത്ര ലൈഫിൽ ഇമ്പാക്ട് ഇല്ല, കുഴപ്പമില്ല, ചുമ്മാ കണ്ടു, അത്രയോ. പിന്നെ ഇപ്പോ ലൈക്ക്
ഇപ്പോ നമ്മുടെ മലയാളം സിനിമ ലൈക് ഹൗ ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ്? ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് മലയാള സിനിമയിൽ ഇറങ്ങുന്ന കുറെ നല്ല പുതിയ സംവിധായകർ കൊണ്ടുവരുന്ന കുറെ നല്ല സിനിമകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ചെറിയ ചെറിയ സിനിമകളാണ് ഇപ്പൊ ഫാലിനി, ഹോം, 2 ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ്. ഹോമീസ് ഞാൻ പറഞ്ഞില്ലേ കുറച്ചു മുമ്പ് ചില സിനിമകൾ ഞാനത് കരയുന്ന ഹോമീസ് കൊണ്ടുവന്നത്. ഹോമിലെ അവസാനത്തെ ഇന്ദ്രൻസിന്റെ സീനൊക്കെ ഉണ്ടല്ലോ ഗൈസ്. ഇന്ദ്രൻസിനെ കാണാൻ വരുന്ന KPC ലളിത കാണാൻ വരുന്നു, സംസാരിക്കുന്നു. അത് തൊട്ടു മുമ്പായിട്ട് ശ്രീനവാസിയെ കെട്ടിപ്പിടിച്ച് ശ്രീനവാസിക്ക് ഉമ്മ കൊടുക്കുന്നു. ആ സീനുകളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യും ഗൈസ്. ഞാൻ അതിൽ നിന്ന് കിടന്ന് കരയും. ശ്രീനവാസി ആൻഡ് എനിക്ക് തോന്നുന്നു അതിന്റെ ഡയറക്ടർ ഈസ് റോഷൻ സംതിങ്. Absolutely amazing job bro. Like മേക്കാണ് ആ ഒരു മേക്ക്. അത് എനിക്ക് ആ പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴും ക്ലോസ് ടു മൈ ഹാർട്ട്. ചിലർക്ക് അങ്ങനത്തെ പടങ്ങൾ കാണാൻ ഇഷ്ടമില്ല. ബട്ട് ഐ എം ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ ഹു ലൈക്ക് ടു സീ മോർ ഓഫ് ദോസ് കൈൻഡ് ഓഫ് മൂവീസ്. കീപ് ഇറ്റ് കമ്മിങ്. ചിലർക്ക് ഇഷ്ടം മാത്രമല്ല, ചിലർക്ക് വർക്ക്ഔട്ട് ആവാത്തുണ്ട്. ഞാൻ ഇപ്പൊ ഒരു സിനിമ പറയാം. ഇപ്പൊ മെയ്യഴുകൻ തമിഴില് ഞാൻ ആ സിനിമ കാണാൻ കാരണം തമിഴ് വൺ ഓഫ് ദ ബിഗസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല റിവ്യൂ നോക്കി ഓക്കെ സിനിമയുടെ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് ഞാൻ നല്ല സിനിമകൾ സെലക്ട് ചെയ്ത് കാണും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മെയ്യഴുകൻ വാസ് റിയലി ഗുഡ് റേറ്റിംഗ് വെച്ച് ഞാനത് കണ്ടു നോക്കി. ഐ വാസ് എക്സ്പെക്ടിങ് റിയലി ബിഗ്. കാര്യം അതിന്റെ കാസ്റ്റ് കാർത്തി അരവിന്ദ് സ്വാമി ലൈക് കാസ്റ്റും ഭയങ്കര ഹ്യൂജ്. അപ്പൊ ഞാൻ സിനിമ മൊത്തം ഓക്കെ സംതിങ് ഹ്യൂജ് ഇസ് കമ്മിങ്, സംതിങ് എന്തോ എന്നുണ്ട്, എന്തോ ഭയങ്കര സിമ്പിൾ മൂവി ആയിരുന്നു അത്. അപ്പൊ എനിക്ക് ഒരു ഇമ്പാക്ട് തന്നില്ല. പക്ഷെ അതേ സമയം ഞാൻ ഈ സിനിമ കണ്ടത് ഇറ്റ്സ് ജസ്റ്റ് എ വെരി റാൻഡം ഒരു ഫ്രൈഡേ ഈവനിങ്. ജോലി ഞാനും വൈഫും വരുന്നു, ഞാനിവിടെ കൗച്ചിലിരിക്കുന്നു. ഞാൻ ചുമ്മാ നെറ്റ്ഫ്ലിക്സിൽ കണ്ടു, കാർത്തി അരവിന്ദ് സാമിനെ കണ്ടു, ചുമ്മാ ഇട്ടു. എനിക്ക് അതിനെപ്പറ്റി ഈ പടത്തിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ദിസ് മൂവി ലെഫ്റ്റ് മീ സ്ലീപ്ലെസ് ഫോർ 2 days, I mean 2 nights straight. കാരണം എന്താ വെച്ചാൽ ഇത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ട് 2024 കഴിഞ്ഞ 2024 ലൈക്ക് ഇറ്റ്സ് സ്റ്റിൽ വൺ ഓഫ് മൈ ടോപ്പ് 3 മൂവീസില് 2024 ഉണ്ട് ആ പടം. ലൈക്ക് ഇറ്റ് അഫക്റ്റഡ് മീ സോ 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 ബാഡ്. കാരണം എനിക്ക് അത്ര ഇഷ്ടമായി പടം. എന്താ പറയാ, എനിക്ക് ആ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ചിലപ്പോ ഒരു കുറെ പറയാം. എനിക്ക് ആ പടത്തിന് അത്ര ഇഷ്ടം. ആ പടം എന്നെ സംബന്ധിച്ചിടത്തോട്ട് ആ പടം റിവോൾവ് ചെയ്യുന്ന ഒരു ഫ്ലോ ഉണ്ടല്ലോ, അത് എന്നെ പിടിച്ചിട്ട് ഇതേ സമയം ലൈക്ക് ആ ജോസോട്ടൻ തൊട്ടപ്പുറത്തിരിക്കുന്ന മിന്നുവിന് ഇവിടെ ഒട്ടും ഇഷ്ടമായില്ല. മിന്നു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇതെന്താ ഞാൻ പോകുന്നു, മിന്നു പോയി. എനിക്ക് ആ പടം എന്നെ അത്ര ഇരുത്തി കഴിച്ച് ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എനിക്കറിയത്തില്ല. അതിലെ ലൈക് ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക് ആയിക്കോട്ടെ, ലൈക്ക് ഈവൻ എവരി ആക്ടർ, കാർത്തി അരവിന്ദ് സ്വാമി പ്ലേയുടെ എന്താ പറയാ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പോ എന്റെ ഇപ്പൊ ഇഫ് ഐ ആം സീയിങ് അരവിന്ദ് സ്വാമി or കാർത്തി in front of me, this is one thing, like whatever you did in മെയ്യഴകൻ എന്താ പറയാ അമേസിങ്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. എനിക്ക് ആ പടം എന്നെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്തു ഗൈസ്. ഞാൻ ഈ പടം കണ്ടതിന് ശേഷം എന്റെ ഒരു 10-15 പിള്ളേരെ വിളിച്ചു ഫ്രണ്ട്സിനെ. എന്നിട്ട് എടാ മെയ്യഴകൻ കണ്ടു, അപ്പൊ കണ്ടു, നിനക്ക് ആ സാധനം കിട്ടിയോ? അപ്പം ഇല്ല കിട്ടിയില്ല. ഓക്കെ കട്ട് ചെയ്തു. ഐ സ്റ്റിൽ ലുക്കിംഗ് ഫോർ ദാറ്റ് വൺ ഗൈ. അത് എന്നെ പോലെ എനിക്ക് കിട്ടിയ പോലെ ആ പടം കിട്ടിയ ഒരാളോടെ ഞാൻ സംസാരിക്കാൻ കാരണം നിൽക്കുക. കാരണം വെരി റയർ ആയിട്ടാണ് അത്. എനിക്ക് ഒരു ഫ്രണ്ടിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് അവനോട് ഞാൻ പറഞ്ഞപ്പോ അവനും ഇതേപോലെ ഭയങ്കരമായിട്ട് ഇമോഷൻ കിട്ടി ഈ പടം കണ്ട സമയത്ത്. പക്ഷെ യുനോ ഐ എം സ്റ്റിൽ ലുക്കിംഗ് ഫോർ ദ പീപ്പിൾ ഹു ഗോട്ട് ഹിറ്റ് by hit and run by മെയ്യഴകൻ. ഏതാണ് സുധ ആദ്യമായിട്ട് ഫസ്റ്റ് ആയിട്ട് ഒരു ഇമ്പാക്ട് വന്ന സിനിമ, അല്ലെങ്കിൽ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ? അങ്ങനെയൊക്കെ എന്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് ഞാൻ തിയേറ്ററിൽ പോയി CID മൂസിലാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ആദ്യമായിട്ട് ഒരു ഇമ്പാക്ട് തന്ന സിനിമ ലൈക്ക് എങ്ങനെയാണ്? ഇപ്പൊ ചൈൽഡ്ഹുഡിലായിക്കോട്ടെ, ലൈക്ക് ബേസിക്കലി ഗ്രോയിങ് അപ്പ് എന്താണ് പറയാ, എല്ലാവർക്കും സിനിമയാണ്. സിനിമയാണ് ഫുൾ ടൈം സിനിമ. പ്രത്യേകിച്ച് എന്റെ അമ്മയുടെ വീട്ടിൽ എന്റെ മാമൻ ഈസ് ലൈക്ക് ഹ്യൂജ് ആർട്ട് ലാലേട്ടൻ ഫാൻ. മോഹൻലാൽ ഈസ് വാട്ട് ഡ്രൈവ് ദം. എന്താ പറയാ, ലാലേട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവിടെ വേറെ ആരും. എനിക്കും അങ്ങനെ തന്നെയാണ് പേഴ്സണലി. പക്ഷെ അപ്പൊ അങ്ങനെ ഗ്രോയിങ് അപ്പ് ഇൻ ദാറ്റ് എന്താ പറയാ സറൗണ്ടിങ്ങിൽ നമ്മൾ ജനിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ സിനിമ ഒരുപാട് സ്നേഹിച്ചു പോകുന്ന ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ. ആർക്കും ലാലേട്ടൻ ഇഷ്ടമില്ലാത്ത നെയിം കുറെ ഇഷ്ടമില്ലാത്തുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് പുള്ളിക്കാരനെ വെറുക്കാൻ ഒരു കാരണം എനിക്കില്ല. കാരണം
അമേസിംഗ് കംപ്ലീറ്റ് ആക്ടർ, അമേസിംഗ് ടാലന്റ് ആണ്. അപ്പൊ അങ്ങനെയാണ്, അങ്ങനെ ലാലേട്ടനെ കണ്ടിട്ടാണ് ഒബ്വിയസ്ലി നമ്മൾ സിനിമയിലോട്ട് കയറുന്നത് തന്നെ. പക്ഷെ എന്റെ ഓർമ്മയില് ലൈക്ക് ദ ഫസ്റ്റ് മൂവി ദാറ്റ് ഐ വാച്ച് വുഡ് ബി സി.ഐ.ഡി. മൂസ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ദ റീസൺ ഐ റിമെമ്പർ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ഞാൻ പാലക്കാട് പോയി സിനിമ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ നെയിം സ്ലിപ്പില്ലേ, സി.ഐ.ഡി. മൂസയുടെ നെയിം സ്ലിപ്പ് തന്നു എനിക്ക് ഫ്രീ ആയിട്ട്. പീപ്പിൾ ആരെങ്കിലും കാണാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നെയിം സ്ലിപ്പ് കൊടുക്കും. അപ്പൊ എനിക്ക് ആ നെയിം സ്ലിപ്പ് ഞാൻ സ്കൂളില് ബുക്കിൽ ഒട്ടിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഓർമ്മ വന്നു സി.ഐ.ഡി. അതിന് മുമ്പ് ചിലപ്പോ ഒബ്വിയസ്ലി അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ഓർമ്മയിലുള്ള സി.ഐ.ഡി. മൂസയാണ്. വാട്ട് ആൻ അമേസിംഗ് മൂവി മാൻ. അങ്ങനത്തെ ഒരു സിനിമ ഇപ്പൊ മലയാളത്തിൽ ഇറക്കാൻ പറ്റത്തില്ല. തുപ്പി കളിയില്ലായിരുന്നു കൂടെ. അത് കൾട്ട് മൂവിയാ. അത് കൾട്ട് മൂവി ആക്ച്വലി. ഒരു കോമിക് ബേസ്ഡ് ആയിട്ട് ഒരു പടം ഇറക്കുക, ലൈക്ക് യുനോ ഇറ്റ്സ് ജസ്റ്റ് വെരി വെരി ബിഗ് എക്സ്പെരിമെന്റ് ആയിരുന്നു അത്. അത് വർക്ക്ഔട്ടായി. പാട്ടുകളാണെങ്കിലും സീൻസ് ആണെങ്കിലും ലൈക്ക് ഈവൻ ആക്ടേഴ്സ് മത്സരിച്ചിട്ടാണ് ഓരോരുത്തർ കാണിച്ചിട്ടുണ്ടിരുന്നത്. ഇപ്പോഴും ഓരോരുത്തരുടെ പേര് ഓർമ്മയില്ല. തുറപ്പം കൊച്ചുണ്ണി, സി.ഐ.ഡി. മൂസ, വിക്രമൻ, തിളക്കോ അല്ലല്ല, ത്രിവിക്രമൻ മറ്റേതാ മീശമാധവൻ. അങ്ങനെ കുറെ സി.ഐ.ഡി. വിക്രമൻ അങ്ങനെയൊക്കെ ആയിട്ട് യുനോ. ജഗതിന്റെ പേര് എന്തായിരുന്നു? അളിയനാന്നറിയല്ലേ. അങ്ങനെ പീതാംബരൻ സാർ മൂവിയുണ്ട്. അങ്ങനെ അതൊക്കെ ഒരു കൾട്ട് മൂവിയല്ലേ അല്ലേ? കൾട്ട് മൂവിയാണ് എന്തായാലും. പിന്നെ അങ്ങനെ സിനിമകളാണ് പിന്നെ ഇഷ്ടം. സിനിമകൾ കാണാനാണ് എല്ലാവർക്കും താല്പര്യം. മമ്മൂട്ടി ഓർ മോഹൻലാൽ? ഓഫ്കോഴ്സ് മമ്മൂട്ടി ആയിരിക്കില്ലല്ലോ. മമ്മൂട്ടി. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമുക്ക് എനിക്കും പേഴ്സണലി എനിക്ക് മോഹൻലാലിനെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ മമ്മൂട്ടി ആസ് എ ആക്ടറിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ലൈക്ക് ഇപ്പോ ലൈക്ക് ഇറ്റ്സ് വെരി ഇൻജസ്റ്റിസ് ആണ് രണ്ടുപേരും കമ്പയർ ചെയ്യാ. പക്ഷെ രണ്ടുപേരും അടിപൊളിയാണ്. ഞാൻ ഈ ഇടയ്ക്ക് മറ്റേ സിനിമ ഉണ്ട്, പുള്ളിക്കാരൻ ഗേ ആയിട്ടൊരു പടം ഉണ്ടല്ലോ. ഏതാ മനസ്സിലായി? ഏതാ? എന്റെ വായിലും എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നീ തുപ്പും. പറയണ്ട. എന്റെ വായില് കൊണ്ടല്ലാണ്. പക്ഷെ കൊണ്ടല്ല. നീ തുപ്പൂന്ന് പ്രണയം. അയ്യോ ജ്യോതികയായിട്ട് എനിക്കറിയാം. എന്റെ ദൈവമേ, അതിനകത്ത് ഒരു കൺഫ്രണ്ടേഷൻ സീൻ ഉണ്ട്. അയ്യോ, ഞാൻ ആകെ ആ സീൻ മാത്രമേ കണ്ടുള്ളൂ സിനിമയ്ക്കകത്ത്. ഞാൻ ഇരുന്ന് കരഞ്ഞു. ആ സിനിമ ആക്ച്വലി നല്ല മൂവി കേട്ടോ. എന്ത് കഷ്ടം. സിനിമയുടെ പേര് കിട്ടുള്ളൂ. സിനിമയുടെ ഇത് എനിക്ക് പൊതുവെ ഞാൻ പറഞ്ഞല്ലോ അപ്രതീക്ഷിതമായി കാണുന്ന കരയുന്ന പടങ്ങൾ പറഞ്ഞെങ്കിൽ ഇത് ഇങ്ങനത്തെ പടങ്ങൾ ഒരുപാട് നാച്ചുറലി കാണാൻ പറ്റില്ല. ലൈക്ക് കാതൽ എന്നൊക്കെ പണ്ടത്ത് കണ്ടിട്ട് എനിക്ക് ഡൂബറാണോ ഡൂബറാണോ. അതെ, ഈ സിനിമ കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡംലി ഞാൻ കാണേണ്ട സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡംലി എന്റെ വൈഫ് ഇട്ടു. അപ്പൊ ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരുവാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സിനിമ കാണില്ല. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു കൺസെപ്റ്റിനോട് എനിക്ക് അത്രയും താല്പര്യമില്ല. അപ്പോ ഞാൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് കാണണ്ട അങ്ങനത്തെ ഒരു രീതിയിൽ. അതായിരുന്നു എന്റെ ചിന്ത. മനസ്സിലായി? മമ്മൂട്ടിനെ എനിക്ക് അയ്യോ. പക്ഷെ റാൻഡംലി പടം വന്നു, പടം ഇട്ടു. പടം ഞാൻ എന്റെ ദൈവമേ, അതിനകത്ത് കാണിച്ചു വെച്ചേക്കണ കുറെ സീനുകളിൽ കുറച്ച് പെർഫോമൻസ് ഉണ്ട്. ഞാൻ ഈ പടം അതുകൊണ്ട് തന്നെയാണ് ഇത് കരയുന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ കാണുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ വലിയ ഒരു ചുമ്മാ ദിവസം ഞാൻ കണ്ടേക്കാം, ആരുണ്ടായില്ല, ജോലിക്ക് പോയില്ലെന്ന് തോന്നുന്നു. ഞാനിപ്പോ ഇരുന്ന് ടി വി കണ്ടപ്പോ വാട്ട് ആൻ അമേസിംഗ് മൂവി. എന്ത് രസത്തിലാണ് മമ്മൂട്ടിയാണെങ്കിൽ അഭിനയിച്ചിരിക്കുന്നത്. ജ്യോതിക ഭയങ്കര രസം. അത് ഭയങ്കര ഇലയ്ക്കും മുകളിലും നോവില്ലാതെ എടുക്കുക എന്നൊരു പടം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് കാതലിന്റെ പോരാണ്. വെരി അമേസിംഗ്ലി മെയ്ഡ്. വെരി സ്മൂത്ത് ഫ്ലോയിങ് ഭയങ്കര അടിപൊളി സിനിമ. എനിക്ക് ഇഷ്ടമായി. എനിക്ക് ആ പടം ഇഷ്ടമായി. പടത്തിന് ശേഷം ഞാൻ പറയുന്നത് നല്ല പടമാണ്. അപ്രതീക്ഷിതമായി ഇഷ്ടമായി. എനിക്ക് പൊതുവെ അങ്ങനത്തെ കാര്യം പടം ഇഷ്ടമല്ല. ഞാൻ ഈ മറ്റേ ചെങ്കോലൊക്കെ കാണാം. ചെങ്കോലൊന്നും ഞാൻ ഇതിൽ കണ്ടിട്ടില്ല. കിരീടമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിർത്തും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അത്രയും ട്രോമ ഒന്നും എനിക്ക് പറ്റത്തില്ല. ചെങ്കോലിന്റെ ക്ലൈമാക്സ് കിരീട കമ്പനി എനിക്ക് പറ്റത്തില്ല. അത്രയും ട്രോമ ഒന്നും എനിക്ക് പറ്റത്തില്ല. എനിക്കൊരു മീഡിയം ഇമോഷണൽ ഓക്കെയാണ്. പക്ഷെ ഐ ഹേർഡ് ഇറ്റ്. ഇത് ഭയങ്കര ഇമോഷണൽ എന്ന് കേട്ടു. പക്ഷെ കണ്ടു അതപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതാണ് സിനിമ നമുക്കായിരുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്. പിന്നെ ചില സിനിമകൾ ഞാൻ പറഞ്ഞില്ലേ, ഈ മെയ്യാളിനെ കണ്ട് 2 ദിവസമൊക്കെയാണ് ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ട് വാ ഇതെങ്ങനെ ഈ പടം എടുത്തത്, ഇത് നമുക്ക് ഇങ്ങനെ പടം എടുക്കാൻ പറ്റും, എന്തൊക്കെയാണ്
ഡയറക്ടറിന്റെ ഉള്ളിലൂടെ അങ്ങ് കടന്നുപോയ തോട്ട്സ് എന്തൊക്കെയാണ്, ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ലൈക്ക് യു നോ ഓൾ ദീസ് തിങ്സ് കംസ് ടു മൈ മൈൻഡ്.